ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 20. ഫ്രണ്ട്സ്, നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 തൊട്ട് പാർട്ട് 20 വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്, അല്ലേ? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എന്താണ് മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലാതെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മാർക്കറ്റിൻ്റെ എൻട്രി മോഡലിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് എഡ്ജ് നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രോസസ്സ് ഡിഫൈൻ ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള വ്യൂ എങ്ങനെ വരണം എന്നുള്ളതാണ്. ഒരു വ്യൂ ഇല്ലാതെ നമുക്ക് ആർക്കും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷണൽ അനലൈസിസ് നമുക്ക് വേണം. അപ്പോൾ അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി കവർ ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ 20-ൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീക്യാപ്പ് ചെയ്ത് നോക്കുകയാണ്. എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത്, എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒരു ട്രേഡിംഗ് എഡ്ജ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ബിഹേവിയറൽ ഡൈനമിക്സ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിന് മുമ്പേ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾക്ക് ഈ സെൽ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺ അവർ സ്കീമാറ്റിക് സ്ട്രക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എൻട്രി നമ്മൾ ഇവിടെ എടുക്കണമെന്ന് പ്രീവിയസ്ലി ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു, അല്ലേ? അപ്പം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഇതിനകത്ത് സെൽ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ക്യാൻഡിലിൽ എൻട്രി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, അല്ലേ? അപ്പം അതിൽ ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് സെൽ സൈഡിലേക്ക് ഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാം മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് അതിനൊരു ഈസി മെത്തേഡും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു പോകേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് പറഞ്ഞു വന്നപ്പോൾ മറന്നുപോയി. അപ്പം സ്കിപ്പ് ചെയ്തപ്പോൾ ഞാൻ പിന്നീട് ഓർത്തപ്പം ഈ ലെസണിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നൗ വാട്ട് ഈസ് ദ കീ ടേക്ക് അവേ ഹിയർ? നൗ എന്താണ് നമ്മൾ അങ്ങനെ നമുക്ക് ബൈ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കറിയാമല്ലോ, എങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. നമുക്കിവിടെ ബൈ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ക്ലിയർ ആയിട്ട് അറിയാമല്ലോ. ഇങ്ങനെ വരുമ്പോൾ ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് മെയ്ഡ്, ദെൻ ഹൈ ഈസ് ടേക്കൺ, പ്രൈസ് ഈസ് കമ്മിങ് ടു പുൾ ബാക്ക് ദ ഫസ്റ്റ് ലെവൽ, ദെൻ പ്രൈസ് ഗോസ് അപ്പ്, അല്ലേ? ദെൻ ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ ഹൈ, അല്ലേ? തേർഡ് പോയിന്റ്, ദെൻ ഇറ്റ് വിൽ പുൾ ബാക്ക്, ഇങ്ങനെ താഴോട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് പുൾ ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പ്രൈസ് മൊമെൻറ്റം കാണിക്കുന്നു. അതിനുശേഷം പ്രൈസ് വീണ്ടും ഈ പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നു. സപ്പോർട്ട് എടുക്കുക എന്നുള്ളതല്ല, ഇറ്റ് ഈസ് ലിക്വിഡേറ്റിംഗ് ദ മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. ദെൻ ഇറ്റ് ഗോസ് അപ്പ്, അല്ലേ? ഇത് നമ്മളെ സംബന്ധിച്ച് ഈസി ആണല്ലോ മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് ഇറ്റ് ബി ദിസ് സ്കീമാറ്റിക്. ഇതിവിടെ ഇരിക്കട്ടെ, ഈ ഒരു സ്കീമാറ്റിക് ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ബൈ സൈഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ബൈ സൈഡ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൽ സൈഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ ചാർട്ട് ഫ്ലിപ്പ് ചെയ്താൽ മതി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻട്രി ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ ഈ എൻട്രി ക്യാൻഡിൽ ഒരു കാണിക്കാം, ഇതാണ് നമ്മളുടെ എൻട്രി ക്യാൻഡിൽ. ബിക്കോസ് ഈ ഒരു ലൈൻ പോവും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഓൾട്ട് പ്ലസ് ഐ, അല്ലേ? ഓൾട്ട് കീ പ്ലസ് ഐ, ഇൻവേഴ്സ് ചാർട്ട് ഇൻവേഴ്സ് ചെയ്യാൻ പറഞ്ഞത്, അല്ലേ? ഓൾട്ട് പ്ലസ് ഐ ഈസ് ഈക്വൽ ടു ചാർട്ട് എന്ത് ചെയ്യും? ഫ്ലിപ്പിംഗ്, അല്ലേ? ചാർട്ട് ഫ്ലിപ്പിംഗ് നമുക്ക് ഇതിനെ പറയുന്നത് ഇൻവേഴ്സ് എന്ന് തന്നെ പറയാം. ഇൻവേഴ്സ്, ഓക്കെ? ചാർട്ട് ഇൻവേഴ്സിങ് ഓർ ഫ്ലിപ്പിംഗ്. അപ്പം അതാണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത്. അപ്പം ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ കളഞ്ഞേക്കാം. ഓക്കെ, ഓൾട്ട് കീ പ്ലസ് ഐ. അപ്പം ഇനി നമ്മൾ ഓൾട്ട് പ്ലസ് ഐ ഞാൻ ചെയ്യുകയാണ്. അപ്പം ചാർട്ട് നേരെ ഫ്ലിപ്പ് ചെയ്തു. ചാർട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മളുടെ എൻട്രി സെനാരിയോ. ബൈ സൈഡിലേക്കുള്ള എൻട്രി സെനാരിയോ ഇതാണ്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് കളർ മുകളിലോട്ടും പോകും, ഗ്രീൻ കളർ താഴോട്ടും വരും മാർക്കറ്റ്. കാരണം ഇത് ചാർട്ട് നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്, അപ്സൈഡ് ഡൗൺ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ചാർട്ടിൽ റെഡ് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ക്യാൻഡിലിൻ്റെയും കളർ റെഡ് അങ്ങ് ആക്കിയേക്കുക, അല്ലെങ്കിൽ ഗ്രീൻ ആക്കിയേക്കുക, അല്ലെങ്കിൽ ബ്ലൂ യെല്ലോ എന്ത് വേണേലും ആക്കി ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പം ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ എൻട്രി സെനാരിയോയിൽ പ്രകാരം നമ്മൾ ബൈ സൈഡിൽ എങ്ങനെയാണ് ചാർട്ട് ഇൻവേഴ്സ് ചെയ്തപ്പോൾ നേരെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ സെൽ സൈഡിൽ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഐ വിൽ ഇൻവേഴ്സ് അഗെയിൻ. ഇവിടെ സെൽ സൈഡിൽ
ഓൾട്ട് ഇവിടെ ഇതാണ് നമ്മളുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ്ലി ലെസൺ ഒന്നും കൂടെ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് എൻട്രി ക്യാൻഡിലിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ എൻട്രി, ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ച് നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല മാർക്കറ്റിലെങ്കിൽ ബൈ സൈഡിൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എൻട്രി ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവേഴ്സ് ചെയ്ത് നോക്കുക. സോ നമ്മളുടെ ഈ സെൽ സൈഡ് സ്കീമാറ്റിക് നൗ ഇറ്റ് ബിക്കംസ് എ ബൈ സൈഡ് സ്കീമാറ്റിക്. സിമിലർലി ഇവിടെ നമ്മളുടെ എൻട്രി പോയിന്റിൽ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇതും ബൈ സൈഡിലേക്ക് തിരിഞ്ഞു. അപ്പം ബൈ സൈഡിലേക്ക് തിരിയുമ്പം എങ്ങനെയാണ് നമ്മൾ ബൈ സൈഡിന് എൻട്രി എടുക്കുന്നത്? ഇത് തന്നെ ഹൈ ഈസ് മെയ്ഡ് ഇവിടെ വന്നിരിക്കുന്നു. എവിടെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ, ദെൻ സെക്കൻഡ് പോയിന്റ് പ്രൈസ് ഈസ് അഗെയിൻ പുള്ളിങ് ബാക്ക്, ദെൻ ഇത് തേർഡ് പോയിന്റ്, ദെൻ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു എ ലെവൽ ആൻഡ് ഇവിടുത്തെ ഇത് വന്നു, ഇറ്റ് ഷോസ് എ മൊമെൻറ്റം അല്ലേ, ദെൻ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. അപ്പോൾ ആക്ച്വലി ഇതല്ലേ നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് ബൈ സൈഡിലേക്കാണെങ്കിൽ. നമുക്ക് ആ ബൈ സൈഡിലേക്ക് അറിയാമെങ്കിൽ അപ്പം എൻട്രി ക്യാൻഡിൽ ഓൺ ദ ബൈ സൈഡ് ഈസ് ഹിയർ, ഫൈൻഡ് ഔട്ട് ആയാലും ഇവിടെ. അപ്പോൾ ഫ്ലിപ്പ് ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ നേരെ തിരിച്ച് സ്കീമാറ്റിക് വീണ്ടും നമ്മൾ സെൽ സൈഡിലേക്ക് നോക്കി, കറക്റ്റായില്ലേ, സംഭവം പിടിയിട്ടില്ലേ? ഇതിൽ നമ്മളുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ. അപ്പം ഇൻ കേസ് നമുക്ക് ആ സമയത്ത് നമുക്ക് ആദ്യമേയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുക, ബൈ സൈഡും സെൽ സൈഡും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുമ്പം എൻട്രി ക്യാൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ജസ്റ്റ് ഇൻവേഴ്സ് ദ ചാർട്ട് നേരെ അപ്പ് സൈഡ് ഡൗൺ ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ബൈ സൈഡിലേക്ക് എന്താണ് നോക്കുന്നത് അത് മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് ആ ക്യാൻഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് ചാർട്ട് ഓൾട്ട് കീ പ്ലസ് ഐ അടിച്ചു കഴിഞ്ഞ് ഇൻവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇറ്റ് വിൽ ബി വിസിബിൾ. നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ സിമ്പിൾ ടെക്നിക്ക്, മനസ്സിലായോ? അപ്പം നമ്മളിതെല്ലാം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചാർട്ട് നമുക്ക് എന്ത് വേണേലും ഇട്ട് കാണിക്കാം, മനസ്സിലായോ? പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ലോജിക്കൽ പ്രോഗ്രഷൻ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നൗ ഇനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡയറക്ഷണൽ അനലൈസിസ്. അതിനകത്ത് നമുക്ക് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന രീതിയിൽ എത്ര സെനാരിയോസിൽ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓൾറെഡി ഞാനിത് ഡിസ്കസ് ചെയ്തതാണ്, എങ്കിൽ പോലും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡയറക്ഷണൽ അനലൈസിസിൽ നമ്മൾ ഏത് കാര്യങ്ങളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മളൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നു അല്ലേ, ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നു, പ്രൈസ് ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു അല്ലേ, പുൾ ബാക്ക് ക്യാൻഡിൽസ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് ടു മിറ്റിഗേറ്റ് ദിസ് ക്യാൻഡിൽ അല്ലേ, ഇത് ഈ പുൾ ബാക്ക് ക്യാൻഡിൽ. അതിനുശേഷം എന്ത് ചെയ്യും, പ്രൈസിന് എന്ത് സംഭവിക്കും, പ്രൈസ് വിൽ ഗോ അപ്പ് ലൈക്ക് ദിസ് അല്ലേ, ഇറ്റ് വിൽ കണ്ടിന്യൂ ദ ഒറിജിനൽ ഡയറക്ഷൻ. ആൻഡ് ഇവിടെ വന്ന് പുൾ ബാക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്താണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ലിക്വിഡിറ്റി അല്ലേ ഇവിടെ. അപ്പോൾ നമ്മളുടെ എൻട്രി മോഡൽ പ്രകാരം നമ്മൾ നോക്കുന്ന ഏരിയ എവിടെയാണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളതിൻ്റെ ഈ ഒരു സ്കീമാറ്റിക് അല്ല, ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എൻട്രി മോഡൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും നമ്മളുടെ എൻട്രി സൈഡ് എന്ന് പറയുന്നത്. ബിക്കോസ് അതൊരു ക്വിക്ക് മൂവ്മെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലെ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്യുമ്പം യു നോ ദാറ്റ് ഇറ്റ്സ് എ ബുള്ളിഷ് സെറ്റപ്പ്. സിമിലർലി ബെയറിഷ് സെറ്റപ്പ് എങ്ങനെയായിരിക്കും വരുന്നത്, സോ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു അല്ലേ, അതിനുശേഷം മുകളിലേക്ക് പോയതിനു ശേഷം പ്രൈസ് നേരെ താഴേക്ക് വരുന്നു, ഇവിടെ പ്രൈസ് നേരെ താഴേക്ക് വരുന്നു അല്ലേ, ഒരു ക്യാൻഡിലിന് താഴെ അടുത്ത ക്യാൻഡിൽ. പെട്ടെന്ന് ഒരു ക്യാൻഡിൽ ഇവിടെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു അല്ലേ. താഴോട്ട് വരുന്നതിന് ശേഷം ഈ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് നടക്കുന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് എന്ത് പറ്റുന്നു, അതിൻ്റെ ഒറിജിനൽ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ബെയറിഷ് സെറ്റപ്പ് ഇൻ ടേംസ് ഓഫ് ദ pullback scenario. Now this is a pullback scenario. So entry model എന്ന് പറയുന്നതാണ്, when the price is trading above this particular level you will be looking for sell, and when the price is trading below this level അല്ലേ, ഇതിന് താഴെ പ്രൈസ് എപ്പോഴാണോ ട്രേഡ് ചെയ്യുന്നത് you will be looking for a buy entry അല്ലെങ്കിൽ ബൈയിങ് സൈഡ്. സോ ബെയറിഷ് ആൻഡ് ബുള്ളിഷ് സിഗ്നൽ നമുക്കിവിടെ മനസ്സിലായോ ഇല്ലയോ, മനസ്സിലായി. സോ ഇതിനെ നമ്മളൊരു സ്കീമാറ്റിക് ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കീമാറ്റിക് സ്ട്രക്ചർ പ്രകാരം ഈ ഫസ്റ്റ് ബുള്ളിഷ് സെറ്റപ്പിൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ മായ്ക്കുന്നില്ല, അതിനുശേഷം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കീമാറ്റിക് ഓർഡർ അങ്ങോട്ട് വെക്കാം. ഓക്കെ, പ്രൈസ് ഇങ്ങനെ വരുന്നു, പ്രൈസ് ചെറിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ, പെട്ടെന്ന് പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു അല്ലേ ഇവിടെ സ്കീമാറ്റിക്കിൽ. അതിനുശേഷം പ്രൈസ് ഇങ്ങനെ വരുന്നു, ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നു, ദെൻ പ്രൈസ് അതിൻ്റെ ഒറിജിനൽ ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് പോകുന്നു. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് ഈ സ്കീമാറ്റിക്കിൻ്റെ ഇതിൻ്റെ ആക്ച്വൽ സ്കീമാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ ബൈ സെനാരിയോയുടെ സ്കീമാറ്റിക് എന്ന് പറയുന്നത്. നൗ ലെറ്റ് us കം ബാക്ക് ടു ദ സ്കീമാറ്റിക് ഓഫ് സെൽ സൈഡ്. സോ
നൗ വാട്ട് ഇസ് ദ സ്കീമാറ്റിക് ഓഫ് സെൽ സൈഡ്? സെൽ സൈഡ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ്. സോ പ്രൈസ് എങ്ങനെ വരുന്നു? പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് വരുന്നു, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ലോ, ഇങ്ങനെ പ്രൈസ് താഴേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് വരുന്നു? പ്രൈസ് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ, ഇവിടുത്തെ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുന്നു അല്ലേ? സപ്പോസ് ഇത് നമുക്ക് റീഡ്രോ ചെയ്യാം. ഒരു പുൾ ബാക്ക് ലെവൽ ഇവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. സോ ഇതൊരു പുൾ ബാക്ക് ലെവലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഇതിവിടെ സ്വീപ്പ് ചെയ്യുന്നു. സോ ഇപ്പോൾ കറക്റ്റ് ആയില്ല. അപ്പോൾ ഈ രണ്ട് സെനാരിയോ ക്ലിയർ ആയല്ലോ. അപ്പം ഈ റെഡും ഇത് നമ്മൾ കളയുന്നു. സോ ലെറ്റ് us bring this to the schematic of selling order and this is a schematic of buying order. ബൈയിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു ലെവലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ദിസ് ഈസ് എ സ്കീമാറ്റിക് ഓഫ് സെല്ലിംഗ്. സി ബേസിക്കലി ഇറ്റ് ഈസ്, ഇതിനെ നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയും. SMC കൺസെപ്റ്റിൽ നമ്മൾ അതിനെ ഇൻഡ്യൂസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ലിക്വിഡിറ്റി ഗ്രാബിംഗ് ആണ് ആക്ച്വലി ഈ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക, പ്രൈസ് മുകളിലേക്ക് പോവുക, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക, പ്രൈസ് താഴേക്ക് പോവുക. സോ ബെറ്റർ പ്രൈസിൽ അവർക്ക് ഇവിടെ സെല്ലിങ് നടത്താനും ബെറ്റർ പ്രൈസിൽ ബൈയിങ് നടത്താനും പറ്റുന്ന ഒരു ലിക്വിഡിറ്റി പൂളപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. സോ എൻട്രി മോഡലിനെ പ്രകാരം നമുക്ക് ഇവിടെയാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് നമുക്ക് അവിടെ നോക്കാൻ പറ്റും. ഇതാണ് ബുളിഷ് ആണോ ബെയറിഷ് ആണോ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. ഈവൻ ഓൺ എ മൈനർ സ്ട്രക്ചർ, 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും, ഇവിടെ നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ദ ആക്ടിവിറ്റി ഹാപ്പനിങ് ഇൻ ദ ചാർട്ട് അല്ലേ? ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, ഓവർ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദാറ്റ്സ് ഇറ്റ്. അതായത് സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ പുൾ ബാക്ക് ഓഫ് മാർക്കറ്റ് ബിഹേവിയർ അല്ലേ? അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്കീമാറ്റിക് പ്രകാരമാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പം ആ ചാർട്ട് പാറ്റേൺ കാണുമ്പം യു നോ ദാറ്റ് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടാണോ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണോ അത് പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ സ്വിംഗ് സ്ട്രക്ചറിൻ്റെ ഫോർമേഷനകത്തും ഇതൊരു നമ്മൾ ഇവിടുത്തെ സ്കീമാറ്റിക് ഓർഡറിൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതൊരു സ്വിംഗ് ഫോർമേഷൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഓൺലി തിങ് ഈസ് ദാറ്റ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഫോക്കസ് ചെയ്യുന്ന പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്ക് ആ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലോ എടുത്തിട്ടാണോ മുകളിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അപ്പം അതാണ് അതിനകത്തെ കാര്യം. അപ്പം ഇതാണ് ബുളിഷ് ആണോ ബെറിഷ് ആണോ എന്ന് നമ്മൾ ഇതിനകത്ത് നോക്കി മനസ്സിലാക്കുന്നത്. ഓൺ എ പുൾ ബാക്ക് ലെവൽസ് വെച്ച് നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് ഓൺ എ മൈനർ സ്ട്രക്ചർ ഓർ ഓൺ എ ഗ്ലോബൽ സ്ട്രക്ചർ അല്ലേ? മൈക്രോ ലെവലിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് ലിക്വിഡിറ്റി ആൻഡ് വെൻ ദ ലിക്വിഡിറ്റി ഈസ് ബീങ് ക്ലിയർഡ് ഇൻ ദ മാർക്കറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. സോ എൻട്രി മോഡൽ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് അല്ലേ? അപ്പം അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, എൻട്രി മോഡൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ നമ്മളിനി നോക്കുന്നത് ഡയറക്ഷണൽ അനലൈസിസിൻ്റെ രണ്ടാമത്തെ ഭാഗം എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. മൾട്ടിപ്പിൾ ലെവലിൽ നമുക്കിന്ന് നോക്കാമല്ലോ, അതിനാണ് കുഴപ്പമിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ഒരു ഹയർ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പ്രകാരം എന്താണ്? എ ലോ ഇസ് ക്രിയേറ്റഡ് അല്ലേ? എ ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ, പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്, ദെൻ ഗോ അപ്പ്, റൈറ്റ്? ഇതാണ് നമ്മളുടെ ലിറ്റിൽ സോങ് എന്ന് പറയുന്നത്. അപ്പം ഹൈ ആൻഡ് ലോ ഇസ് ടേക്കൻ, ദെൻ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുന്ന ഒരു ഓർഡറാണ് നമുക്കിവിടെ ഈ ലിറ്റിൽ സോങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് അബൌട്ട് സെല്ലിംഗ് സൈഡ് എന്താണ് വരുന്നത്? സെല്ലിംഗ് സൈഡിൽ നമ്മളെ സംബന്ധിച്ച് എ ഹൈ ഇസ് ക്രിയേറ്റഡ് അല്ലേ? നേരെ തിരിച്ച് എ ഹൈ ഇസ് ക്രിയേറ്റഡ്, എ ലോ ഇസ് ക്രിയേറ്റഡ്, ദെൻ എ ഹൈ ഇസ് ടേക്കൻ, ദെൻ എ ലോ ഇസ് ടേക്കൻ, പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്. ബിക്കോസ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രീവിയസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി പോയിൻറ്റിൻ്റെ എബവ് ആയിരിക്കണം നമുക്ക് വരുന്നത്. അപ്പം അതിനുശേഷം ഇറ്റ് വിൽ കണ്ടിന്യൂ ദ ഒറിജിനൽ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? സോ വാട്ട് ഈസ് ദിസ് അബൌട്ട്? അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഇവിടെ നമ്മൾ ഈ ഡയറക്ഷണൽ അനലൈസിസ് നോക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ സോങ്. പക്ഷേ സോങ്ങിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണ് സോങ്ങിനകത്തൊരു പ്രശ്നം? സോങ്ങിൻ്റെ എല്ലായിടത്തും സോങ് പ്ലേ ചെയ്യുന്നിടത്ത് നമുക്ക് കയറി എൻട്രി എടുക്കാൻ പറ്റത്തില്ല. സോ സോങ് എന്ന് പറയുന്നത് ബൈ സൈഡിലാണെങ്കിൽ പ്രൈസ് ഹാസ് ടു കം ഡൗൺ ലൈക്ക് ദിസ്. ഓക്കെ, പ്രൈസ് ഹാസ് ടു കം ഡൗൺ ടു എ ലെവൽ, ദെൻ ഒരു കൺസിസ്റ്റൻറ്റ് റാലി ഡൗൺ സൈഡിലേക്ക് നടന്നതിന് ശേഷം പ്രൈസ് മാനിപ്പുലേഷൻ സിവിയർലി കാണിക്കുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. സംവെയർ ഹിയർ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. ബിഫോർ ദാറ്റ് യു ക്യാൻ നോ. നമുക്ക് ഈ ഒരു അനലൈസിസ് വെച്ച് നോക്കാം. ഇത് നമ്മൾ അനലൈസിസ് വെച്ച് നോക്കുമെന്ന് പറയുമ്പോഴത്തേനും അനലൈസിസ് പാരലൈസിസ് ആകുക എന്നുള്ളതല്ല.
ഡിഫറെൻറ്റ് മോഡാലിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തഡോളജീസ് അല്ലേ, അതിന് നമുക്ക് മാർക്കറ്റിനെ നോക്കാവോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ലിറ്റിൽ സോങ് നമുക്ക് കാണാൻ പറ്റും. നൗ സെക്കൻഡ്ലി സെല്ലിംഗ്, ഇത് ബൈയിങ് സൈഡിലേക്കുള്ള എൻട്രിയാണ് ഇത്. ഓക്കെ, നൗ സെല്ലിംഗ് സൈഡിലേക്ക് എന്താണ് നമ്മൾ നോക്കുന്നത്? സെല്ലിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത് പ്രൈസ് ഒരു കൺസിസ്റ്റൻ്റ് അപ് ട്രെൻഡിലേക്ക് പോയതിന് ശേഷം, അതായത് ഒരു കൺസിസ്റ്റൻ്റ് ജേർണി നടത്തിയതിന് ശേഷം വെൻ ദ പ്രൈസ് സ്റ്റാർട്ട് ഷോയിങ് അല്ലേ, പ്രൈസ് ഇവിടെ കാണിക്കുമ്പോൾ എ ഹൈ ഇസ് ക്രിയേറ്റഡ്, പിന്നെ എന്താ പറയുന്നത്, എ ഹൈ ഇസ് ക്രിയേറ്റഡ്, എ ലോ ഇസ് ക്രിയേറ്റഡ്, അതിനുശേഷം ഹൈ ഇസ് ടേക്കൻ, ലോ ഇസ് ടേക്കൻ, ദെൻ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എബോവ് ദിസ് പോയിന്റ്, ദെൻ പ്രൈസ് വിൽ ഫോൾ ഡൗൺ. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ആത്യന്തികമായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ അനലൈസിസിൽ നമ്മൾ ഓൺ എ കൺസിസ്റ്റൻ്റ് ജേർണിയിൽ മാർക്കറ്റ് പോയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോങ് വെച്ചിട്ട് ഓൺ എ കൺസിസ്റ്റൻറ്റ് ജേർണി, ആഫ്റ്റർ എ കൺസിസ്റ്റൻറ്റ് ജേർണി നമുക്ക് ഏകദേശം പ്രൈസ് മാനിപ്പുലേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം യു നോ ദാറ്റ് പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് സിവിയർലി ഹാപ്പനിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ദെൻ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് ഷുവറാണല്ലോ. ഇവിടെയും ബൈ സൈഡിൽ വരുമ്പോഴത്തേനും അവിടെ ഈ പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ബിക്കോസ് യു ഷുഡ് ബി ഔട്ട് ഓഫ് ദ മാർക്കറ്റ് അല്ലേ. അപ്പം അവിടെ പ്രൈസ് ആക്ഷൻ അവിടെ സിവിയർ ആയിട്ട് അവിടെ ഫ്ലക്ച്വേഷൻ നടക്കുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ്, ഈ മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ബിഹേവിയറിൽ നമുക്കിവിടെ സംതിങ് ഈസ് ദെയർ എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം ഇതാണ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്ഷണൽ അനലൈസിസ് ഓൺ ആഫ്റ്റർ എ കൺസിസ്റ്റൻറ്റ് ജേർണി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ക്ലിയർ ആണല്ലോ? Something is going to happen in the sense it is going to be in the distribution phase. ബിക്കോസ് ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് ഈ ഒരു ലിറ്റിൽ സോങ് നമ്മൾ ഏറ്റവും ഒരു മുകളിലത്തെ ലെവലിലോ അല്ലെങ്കിൽ ഏറ്റവും ഒരു താഴത്തെ ലെവലിലോ നോക്കുമ്പം താഴത്തെ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ താഴത്തെ ലെവലിൽ നിന്ന് പ്രൈസ് ക്വിക്ക്ലി ഇറ്റ് വിൽ ഗോ അപ്പ്, ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഹിയർ. മനസ്സിലായോ? അതിനുശേഷം ലോവർ ലെവലിലാണ് ഈ പ്രൈസ് വിൽ ബി കമ്മിങ് ഡൗൺ ലൈക്ക് എനിത്തിങ്, ദെൻ ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഹിയർ. അപ്പം ഇതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. സോ ബുളിഷ് സൈഡ് ആൻഡ് ബെയറിഷ് സൈഡ് ബോത്ത് ആർ ക്ലിയർ ഓർ നോട്ട്? ബോത്ത് ആർ ക്ലിയർ അല്ലേ. അപ്പം ഇനി നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോവാം. സോ നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞ് എന്താണ് നമ്മളുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. സോ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ ഹൈ ഇസ് മെയ്ഡ്, ദെൻ ലോ ഇസ് മെയ്ഡ്, high is taken, price is coming to take the point number 2, then price will go up, then price will pull back 2 time അല്ലേ. 2 time take the liquidity, show us the momentum മുകളിലേക്ക് കാണിക്കുന്നു, ഇതിൻ്റെ മുകളിൽ വരുന്നു, പ്രൈസ് ഇവിടെ വരുന്നു, then it goes up. ഇത് നമ്മളെ സംബന്ധിച്ച് ഈ സ്കിമാറ്റിക് ഓർഡറിൽ നമ്മൾ നോക്കുമ്പം യു ക്യാൻ നോ ദിസ് വൺ അല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്കിമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 തൊട്ട് പാർട്ട് 20 ആയത് 20th വീഡിയോ ആണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ ഇവിടെ എത്തി അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കതറിയാലോ. ഓക്കെ, ഇനി ഇതിൻ്റെ സെയിം. സോ ഇതിൻ്റെ എൻട്രി മോഡൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ. ഇറ്റ്സ് എ ബൈ എൻട്രി, ഇറ്റ്സ് എ ബൈ. ഓക്കെ, ഇവിടെ ഓക്കെ ഇതായിരിക്കും നമ്മളുടെ ബൈ എൻട്രി എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ ചാർട്ടിനെ നമ്മൾ ഇൻവേഴ്സ് ചെയ്യുമ്പോഴത്തേനും എന്ത് വരും? സോ ഇതാണ് നമ്മുടെ സെൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും ബൈയും ഇത് വായിപ്പോയി. ഓക്കെ, നോ പ്രോബ്ലം, ഐ വിൽ ടേക്ക് ഇറ്റ് 1 minute. സോ ബെറ്റർ നമുക്ക് ഡ്രോ ചെയ്യാം, ബിക്കോസ് അതായിരിക്കും ഈസി. സോ സെൽ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൽ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലോവർ ലോ ഹാസ് ടു ബി ക്രിയേറ്റഡ് അല്ലേ. ലോവർ ഇത് ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം പ്രൈസ് വിൽ കം ബാക്ക് ടു മിറ്റിഗേറ്റ്, ദെൻ അഗെയിൻ 2 time or 3 time whatever it is, minor price action, price is pulling back to the third level, then price has to pull back 2 time to clear out this liquidity. ദെൻ എന്ത് ചെയ്യണം? ഈ പ്രൈസിൻ്റെ ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരുന്നുണ്ടോ എന്നുള്ളതിനൊരു മൊമെൻറ്റം കാണിക്കണം. ദെൻ എന്ത് ചെയ്യണം? പ്രൈസ് മുകളിലേക്ക് വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് പ്രൈസ് അതിൻ്റെ റെസിസ്റ്റൻസ് ഫോർമേഷൻ എന്ന് പറയും, അവിടെ വന്നിട്ട് പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. സോ ദിസ് ഈസ് യുവർ സെല്ലിംഗ് സൈഡ് എൻട്രി ആണല്ലോ. സോ ദിസ് ഈസ് യുവർ സെല്ലിംഗ് എൻട്രി. സെല്ലിംഗ് എൻട്രി അല്ല, സെല്ലിംഗ് മോഡൽ, സെല്ലിംഗ് എൻട്രി മോഡൽ. സോ okay, so this is a selling model. Now based on this structure, അപ്പം ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ നോക്കുന്നത് എന്താണ്? ഇതിലെല്ലാം നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി പോയിന്റ്സ് ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷമാണോ മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ മോമെൻറ്റിൽ എൻട്രി എന്ന് പറയുമ്പോൾ ഇതിന് താഴെ
പ്രൈസ് വീണ്ടും ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എൻട്രിയിലേക്ക് നമ്മൾ നോക്കുന്നത്. സിമിലർലി ഇവിടെ നമ്മൾ നോക്കുമ്പം ഓൾ ദ ലിക്വിഡിറ്റി പോയിന്റ്സ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തു. അതിനുശേഷം മൊമെൻറ്റം കാണിച്ച് വെച്ച് പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. സോ ഇനി ഇവിടെ നമ്മുടെ ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പം ദർ ഇസ് നോ ലിക്വിഡിറ്റി. സിമിലർലി ഇവിടെ നമ്മൾ ചാർട്ടിൻ്റെ ഇത് നോക്കുമ്പം ദർ ഇസ് നോ ലിക്വിഡിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് ടാപ്പിംഗ് ബിലോ ദ പോയിന്റ്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ദർ ഇസ് നോ ലിക്വിഡിറ്റി ഓൺ ദ റൈറ്റ് സൈഡ്. സിമിലർലി ഇവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു ഈ മൂവ്മെൻറ്റ്, അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു, വീണ്ടും ഫൈനലി ഈ മൂവ്മെൻറ്റിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ക്ലിയർ ഓഫ് ചെയ്തു. സോ ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പം ചാർട്ടിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കോളത്തിൽ നോക്കുമ്പോൾ ദർ ഇസ് നോ ലിക്വിഡിറ്റി. സോ നോ ലിക്വിഡ് വെൻ ദർ ഇസ് നോ ലിക്വിഡിറ്റി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഇറ്റ് വിൽ ഗോ ടു ദ അതർ സൈഡ് അല്ലേ. സിമിലർലി ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ 100% ലിക്വിഡിറ്റി ഗ്രാബിങ് ബിക്കോസ് ഇവിടുത്തെ കംപ്ലീറ്റ് ഓർഡേഴ്സും ഇവിടെ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഇൻജെക്റ്റഡ്, ട്രിഗേർഡ് ആൻഡ് ഇൻജെക്റ്റഡ് ആൻഡ് കളക്റ്റഡ്, ഫിനിഷ്, ഓവർ. സോ ഇവിടെ നമുക്ക് എന്താണ് നോക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൻ്റെ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളത് തത്വത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്നാ പറയുന്നത് നമ്മളുടെ തിയറി പ്രകാരം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് 100% ലിക്വിഡിറ്റി ഗ്രാബിങ് ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഈ ഒരു കേസിൽ നമുക്ക് എത്ര ശതമാനം നമുക്കിവിടെ ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും? ബിക്കോസ് ഈ ഒരു സെനാരിയോ ഹാപ്പൻ ചെയ്യുന്നത് ഈ ഒരു സെല്ലിംഗ് സൈഡിൽ അല്ലെങ്കിൽ സെല്ലിംഗ് സൈഡിൽ പ്രൈസ് താഴെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് ശേഷം ഇവിടെ ഈ ഒരു നടക്കുന്നത്. അപ്പം നടക്കുമ്പോഴത്തേനും ഇവിടുത്തേത് എന്ന് പറയുന്നത് ഈ ഒരു മൈനർ ലെവലിലുള്ള ലിക്വിഡിറ്റി കളക്ഷൻ എന്ന് പറയുന്നത് യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ 50% ഉള്ളി. മനസ്സിലായോ? 100% അല്ല, 50%. ബിക്കോസ് എന്തുകൊണ്ടാണ് 50%? ബിക്കോസ് ഇറ്റ് ഈസ് ക്ലിയറിംഗ് ദ ലിക്വിഡിറ്റി ഓൺലി ഓൺ ദിസ് ഏരിയ. സിമിലർലി സെല്ലിംഗ് സൈഡ് ഇങ്ങനെ പ്രൈസ് വരുമ്പം വെൻ ഇറ്റ് ഈസ് ഷോയിങ് പ്രൈസ് മാനിപ്പുലേഷൻ ഓൺ ദ ഹയർ ലെവൽ ഓർ ഓൺ എ കൺസിസ്റ്റൻറ്റ് മാർക്കറ്റ് പ്രൈസ്, അതിനുശേഷം മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ഇവിടുത്തെ ലിക്വിഡിറ്റി മാത്രമേ ക്ലിയർ ഔട്ട് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യുമ്പം ദിസ് ഈസ് ഓൺലി എ 50% ചാൻസ്. അതുകൊണ്ടാണ് മെനി ഓഫ് ദ ടൈംസ് ഈ ഒരു എൻട്രി മോഡൽ വെച്ചിട്ട് നമുക്ക് അതിനെ നോക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ഫോർമേഷൻ ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഈ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ആണ്. സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 100% ഓഫ് ദ ലിക്വിഡിറ്റി ക്ലിയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ നമുക്ക് 100%, ഇവിടെ നമുക്ക് 100%, ഇവിടെ നമുക്ക് 100%. ദിസ് ഈസ് ഓൾസോ 100% ലിക്വിഡിറ്റി ക്ലിയർഡ് ഇവിടെ നമുക്ക് പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് 50% ഉള്ളൂ. സോ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് നമുക്കുണ്ടല്ലോ. അപ്പം ഇതിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ എൻട്രി ക്യാൻഡിൽ എന്താണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ബോട്ടമാണ് ഇവിടെ പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മൈനർ ടൈം ഫ്രെയിമിൽ വെൻ യു ആർ സീയിങ് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ കാണുമ്പം യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിന്നിങ് ചാൻസ് എന്ന് പറയുന്നത് 50%. ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് 50% ചാൻസ് ഉണ്ട്. 50-50 ചാൻസ് ആണ് ഇവിടെ നടക്കുന്നത് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ. വേറാസ് ഈ ഒരു എൻട്രി മോഡലിൽ ചാൻസ് ഓഫ് വിന്നിങ് ദ ട്രേഡ് വിൽ ബി 100%. അതാണ് നമ്മുടെ സീറോ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. സോ ലിക്വിഡിറ്റി മാർക്കറ്റിൽ നമ്മൾ എൻട്രി മോഡൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലിക്വിഡിറ്റിയുടെ ഡെപ്ത് അനുസരിച്ച് അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ എന്താ പറയുക നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ ഓക്കെ ലിക്വിഡിറ്റിയുടെ ഇൻഡെപ്ത് അനലൈസിസിൽ നമ്മൾ നോക്കുമ്പം എന്താണ് എത്രമാത്രം ഇതിനകത്ത് നമുക്ക് ആ ഡെപ്ത് അതിനകത്ത് എത്രമാത്രം ക്ലിയർ ഓഫ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. സോ മൈനർ ടൈം ഫ്രെയിമിൽ വെൻ യു ആർ സീയിങ് ദാറ്റ് ദിസ് സെറ്റപ്പ് ഈസ് പ്ലേയിങ് ഔട്ട് യു ക്യാൻ നോ ദിസ് ഈസ് എ ബുള്ളിഷ് സെറ്റപ്പ് ഓർ ബെയറിഷ് സെറ്റപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ ഏകദേശം ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. So when the price manipulation is happening on a consistent uptrend or a consistent downtrend, you understand that a possible uptrend or downtrend is forming or not. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? സോ 50%-ൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ഷൻ അനലൈസിസിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സംഭവത്തിനെ പറ്റി, എൻട്രി മോഡൽ അല്ല. So because you need to be on the right side of the market, how do you find this direction? This is a bottleneck, അല്ലെങ്കിൽ this is a problem that we are all facing, അല്ലേ? You have to be on the right side of the market, and if you want to be on the right side of the market, you need to analyze and you need to look into the market in a methodical way, in a structured way. Only then you can understand the direction. മനസ്സിലായോ? അതായത് മലയാളത്തിൽ പറഞ്ഞുതരാം, സോറി ഫോർ റിപ്പീറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നൗ ഡയറക്ഷൻ അനലൈസിസിൽ നമ്മൾക്ക് ഈ മാർക്കറ്റിൻ്റെ ഘടന മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
കൺസിസ്റ്റൻ്റ് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഒരു ചാർട്ട് താഴോട്ടാണോ മുകളിലോട്ടാണോ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അത് അവിടെ വന്നുകൊണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പോസിബിൾ ഫോർമേഷൻ ഈസ് ഓൺ ദ അപ് ട്രെൻഡിൽ വെച്ചിട്ടാണ് ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ. 50% ചാൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻട്രി ഫോർമേഷനിൽ ലിക്വിഡിറ്റി എവിടെയെല്ലാം ക്ലിയർ ഓഫ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പ്ലസ് ഇനി നമുക്ക് ഇത് നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് പുൾ ബാക്ക് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടാണോ മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത്, താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് വിൽ പുൾ ബാക്ക് 2 ടൈം 3 ടൈം. ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ, താഴോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, ഇങ്ങോട്ട് ഇവിടം വരെയാണ് പ്രൈസിൻ്റെ കാര്യം വരേണ്ടത് എന്ന് വിചാരിക്കുക, ഒരു 250 പോയിന്റ് താഴോട്ട് വരണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഷോ അസ് എ മൊമെൻറ്റം ഓൺ ദ ഡൗൺ സൈഡ്, റൈറ്റ്? 1 2 3 ഇറ്റ് വിൽ ഷോ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്കിമാറ്റിക് ഓർഡറിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേനും വെൻ ദർ ഈസ് എ 3 ലോസ് ഓർ 3 സ്വിങ്സ് ആർ ഫോംഡ്, അല്ലെ, 3 സ്വിങ്സ് ഇവിടെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് ബ്രോക്കൺ എവറിത്തിങ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഹാപ്പൻഡ്, എവറിത്തിങ് ഈസ് ഡൺ പ്രോപ്പർലി. പിന്നെ നമ്മൾ അതിനകത്തോട്ട് നോക്കി നമ്മളിരുന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ അത് ചെയ്തോ ഇത് ചെയ്തോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. Because when you see 1 2 3 that means ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി ഓവർ, അല്ലേ? ബിക്കോസ് ഇവിടെ ഫ്രഷ് ലിക്വിഡിറ്റി ഈസ് ബീങ് ക്രിയേറ്റഡ്. ബിക്കോസ് പ്രൈസ് താഴോട്ട് പോകുമ്പോഴത്തേനും ഇവിടെ എല്ലായിടത്തും സെല്ലിങ്ങിൻ്റെ കൂടുതൽ ഒത്തിരി ആൾക്കാർ കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുന്നതിന് 3 ലോസ് ആർ കൺസിക്യൂട്ടീവ്ലി ക്രിയേറ്റഡ്, അല്ലേ? ഒന്നിന് പുറകെ ഒന്നായിട്ട് 3 ലോസ് ക്രിയേറ്റഡ് ഓർ വിത്തിൻ ദ സ്ട്രക്ചർ മൈനർ ഫോർമേഷൻസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്. അങ്ങനെ നമ്മൾ താഴേക്ക് മാർക്കറ്റ് പോയി വന്ന് ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പം യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഇവിടുത്തെ സ്ട്രക്ചർ കംപ്ലീറ്റ് ബ്രേക്ക് ആയി. സോ പ്രൈസ് ഇങ്ങനെ, അതുപോലെ തന്നെ ഇവിടുത്തെ ബൈ സൈഡിലേക്കുള്ള എൻട്രി. ഓക്കെ, നൗ ബൈ സൈഡിലേക്ക് പ്രൈസ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ പ്രൈസ് ഇവിടെ വരുന്നു, ഹൈ പോകുന്നു, ഇവിടെ വരുന്നു, പിന്നെയും ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ എടുക്കാൻ വരുന്നു, പിന്നെ ഹൈ എടുക്കുന്നു, പിന്നെയും പ്രൈസ് പുള്ളിങ് ബാക്ക് ടു ദ ഒറിജിനൽ ലെവൽ. ദെൻ നമുക്ക് അന്നേരം അറിയത്തില്ല ഇതെന്താണ് ഈ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പം നമ്മളൊരു സ്ട്രക്ചർഡ് വേയിൽ ഇതിനെ നോക്കി കാണുന്നില്ലെങ്കിൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല, അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ മനസ്സിലായി, ദിസ് ഈസ് ക്ലിയറിംഗ് ഓഫ് ദ ലിക്വിഡിറ്റി എന്ന് നമുക്ക് മനസ്സിലായി. സോ യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ ദ ബൈ, അല്ലേ? അപ്പം നമുക്ക് അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ എൻട്രി മോഡലിൽ മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മളുടെ ഈ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിൽ മാർക്കറ്റ് ഓൺ എ ഹയർ ടൈം ഫ്രെയിം ആൻഡ് ഓൺ എ ലോവർ ടൈം ഫ്രെയിം ബോത്ത് ആർ ആപ്ലിക്കബിൾ ഓൺ ദിസ് കേസ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം. അപ്പോൾ അതിൽ മാർക്കറ്റ് നമുക്കറിയാൻ പറ്റും പുൾ ബാക്ക് ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുമ്പോൾ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ദ മാർക്കറ്റ് വിൽ റിവേഴ്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? അപ്പം അത് ഒരു ടൈപ്പ് ഓഫ് എൻട്രി മോഡലിൽ നമ്മളുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? പെട്ടെന്നൊരു മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് വരുക, പെട്ടെന്ന് ക്വിക്കലി വന്ന് സ്വീപ്പ് ചെയ്യുകയാണെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ദിസ് ക്യാൻഡിൽ ഈസ് ഫോമിങ് ഇൻ എന്നാ പറയുന്നത്, ആ ക്യാൻഡിൽ ഒരു പാർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ എൻട്രി മോഡലിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മേ ബി കമ്മിങ് ഇൻ 1 സിംഗിൾ ക്യാൻഡിൽ ഓർ 2-3 ക്യാൻഡിൽസ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്ട്രക്ചർ പ്രകാരം എപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ പ്രൈസ് മൂവ്സ് ഇൻ ടൂസ്, ഓക്കെ, ട്രെൻഡിങ് ആണെങ്കിലും നമ്മളുടെ റേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണെങ്കിലും വെൻ ദ പ്രൈസ് ഈസ് മൂവിങ് ഇൻ എന്നാ പറയുന്നത്, പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ഇൻ ടൂസ്. ഓക്കെ, ഇവിടെ ടൂസിൽ നമുക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ എൻട്രി ഫോർമേഷൻ നമ്മൾ ചെയ്യുന്ന എൻട്രിക്ക് മുന്നേ തന്നെ നമ്മൾ നോക്കണം പ്രൈസ് 2 പ്രാവശ്യം പുൾ ബാക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഓർ പ്രൈസിൻ്റെ മാനിപ്പുലേഷൻ ഇവിടെ എത്രമാത്രം സിവിയറിറ്റിയോടുകൂടിയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു സിംഗിൾ പുൾ ബാക്ക് നടത്തിയിട്ടുള്ളൂ. സോ നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയ പ്രകാരം മിനിമം 2 ടൈമേലും പുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഓൺ ദ സെയിം തിങ്. 2 പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം പുൾ ബാക്ക്, ഈ സ്വിങ്ങിൻ്റെ പുൾ ബാക്ക് ആണ് ഈ പറയുന്നത്, സ്വിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം പുൾ ബാക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ എൻട്രി ചെയ്യുള്ളൂ, ബിക്കോസ് ദിസ് ഈസ് എ ബുള്ളിഷ് സെറ്റപ്പ്, ദിസ് ഈസ് എ ബെയറിഷ് സെറ്റപ്പ്. സോ ഐ വിൽ ബി സെല്ലിംഗ് ഓൺ എ 2-legged പുൾ ബാക്ക് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരുമാനമായിട്ട് തന്നെ നിൽക്കണം. ഒരിക്കലും നമ്മൾ ആ റൂൾ വയലേറ്റ് ചെയ്യരുത്. അവിടെയാണ് നമ്മളുടെ കൺസിസ്റ്റൻസി ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവിടെയാണ്. അല്ലാതെ ആ ഫോർമേഷൻ കാണാതെ ഒരിക്കലും എൻട്രി ചെയ്യരുത്.
അപ്പോൾ നമ്മൾ പല പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫോമോ കാരണം, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും. നമ്മൾ ട്രേഡിങ്ങിൽ എപ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന്. ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടും വേണ്ട. മാർക്കറ്റ് വിൽ ഷോ യു ദ ക്ലിയർ ഡയറക്ഷൻ യു ഗെറ്റ് ഇൻ ടു. ഒരു ദിവസം നമുക്ക് ട്രേഡ് കിട്ടിയില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാനില്ല. ഒരു ട്രേഡോ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. ഈവൻ ആണ് മൈനർ ടാർഗറ്റ് 1%, 2% ഓഫ് യുവർ ക്യാപിറ്റൽ, നമുക്ക് അതാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നോ പ്രോബ്ലം. മനസ്സിലായോ? കൺസിസ്റ്റൻറ്റ് വിന്നിങ് ഗീവ്സ് യു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും, ചെറിയ ചെറിയ നമ്മുടെ വിജയങ്ങൾ ക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അത് ഒത്തിരി വലിയ എമൗണ്ടായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഓൺ എ സിംഗിൾ നമ്മളുടെ ഈ ഇതിലൊരു സിംഗിൾ വിന്നിങ് സ്ട്രീക്കിൽ ലോകത്തിൽ ഇതുവരെയും ആരും സ്റ്റോക്ക് മാർക്കറ്റ് വിജയിച്ചിട്ടില്ല. മനസ്സിലായോ? വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രണ്ടാമത്തെ പ്രാവശ്യം അതേ സംഭവത്തിന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം എന്ത് ചെയ്യും? ആ പൈസ മുഴുവനും ട്രേഡ് ചെയ്ത് കളഞ്ഞു പോകും. അപ്പം അങ്ങനെ നമുക്ക് സംഭവിക്കാൻ പാടില്ല. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? സോ ഇപ്പം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി ദിസ് ഈസ് എ ബുള്ളിഷ് സെറ്റപ്പ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇവിടെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നു, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, പുള്ളിങ് 2 ടൈം എന്ന് നമുക്ക് മനസ്സിലായി. സോ ദിസ് ഈസ് എ ബുള്ളിഷ് സെറ്റപ്പ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ, ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ആട്ടെ, എങ്കിൽ പോലും നമുക്കത് ട്രെൻഡ് ഈസ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സ്കീമാറ്റിക് ഓർഡറിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആകെപ്പാടെയുള്ള ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. അപ്പം ആ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് ഞാൻ ഈ പറയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ നോക്കുമ്പം യു ക്യാൻ നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബുള്ളിഷ് സെറ്റപ്പ് and you can know that it is a bearish setup because it is creating lower loss അല്ലേ? and price is coming back and pulling. ഇവിടെ പ്രൈസ് എത്തുമ്പോഴും you will be looking for a selling opportunity എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു bearish setup ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും മുന്നോട്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ big player is not worried about these chart patterns. You have to keep in your mind. അവർക്കറിയത്തില്ല ഇതെന്ത് ചാർട്ട് പാറ്റേണാണ് ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെന്താണ് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കറിയത്തില്ല. ദേ നോ ദാറ്റ് ദിസ് ഈസ് മൈ ഫസ്റ്റ് പർച്ചേസ്, ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് 100 rupees, 100 രൂപയ്ക്ക് ഞാനിവിടെ മേടിച്ചു, ദാറ്റ്സ് ഓൾ. 100 രൂപയ്ക്ക് ഞാനിവിടെ മേടിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി റണ്ണിങ് ഇൻ നെഗറ്റീവ് ഇക്വിറ്റി വെൻ ഇറ്റ് പ്രൈസ് സ്റ്റാർട്ട് ട്രേഡിംഗ് ബിലോ ദിസ് ലെവൽ. ഈ ലെവലിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇക്വിറ്റിയിലായിരിക്കും ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നഷ്ടത്തിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഐ വാണ്ട് ടു ഗ്യാദർ മോർ ആൻഡ് മോർ. മനസ്സിലായോ? എനിക്ക് ഈ പ്രൈസ് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഈ പ്രൈസ് അപ്പോഴത്തെ നേരത്തെ ലിക്വിഡിറ്റി ഓർഡർ, ബിക്കോസ് അലോഗ്രിതം നമ്മളുടെ ഇതിൽ കുറേ മെഷീൻ ട്രേഡിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സർട്ടൻ പെർസെൻറ്റേജ് വെച്ചിട്ട് ഓർഡേഴ്സ് ട്രിഗർ ആയിക്കൊണ്ടിരിക്കും അല്ലേ? 3% പ്രോഫിറ്റ് ആൻഡ് 1%, 1:3, 1% ലോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക് ട്രേഡിങ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. സോ അതിനനുസരിച്ച് ഓർഡർ മാർക്കറ്റിലേക്ക് എപ്പോഴെല്ലാമാണ് ട്രിഗർ ചെയ്ത് വരുന്നത്, അതിനനുസരിച്ച് മാർക്കറ്റ് ഈ ഒരു പാറ്റേൺസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ബട്ട് യു നീഡ് ടു ഫോക്കസ് ഓൺ ദ ലാർജ് ഫണ്ട്. അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ അവരുടെ ഫസ്റ്റ് പർച്ചേസ് പുൾ ബാക്ക് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചതിനകത്ത് എന്താണ് കീ ആയിട്ടുള്ള മനസ്സിലാക്കിയേക്കുന്ന കാര്യം? ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ ഡോണ്ട് നോ വാട്ട് ദ ചാർട്ട് പാറ്റേൺ, അല്ലെങ്കിൽ പ്രൈസ് ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പാറ്റേൺസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് അവർക്കറിയത്തില്ല എന്ത് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അവർക്കറിയത്തില്ല. ബിക്കോസ് അവർക്ക് ഓപ്പറേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇന്നൊരു റേറ്റ് ബൈ ചെയ്തു, ഇനിയും എനിക്ക് കുറച്ചുകൂടെ വേണം, സോ പ്രൈസ് ഇത് കമ്മിങ് ഡൗൺ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഡയമെൻഷണൽ വേയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും അവർ ചെയ്യുന്നതും കൂടെ നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. സെറ്റപ്പ് ഈസ് ബുള്ളിഷ് ഓർ ബെയറിഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏക മാർഗ്ഗം ഇത് മാത്രമാണ്. അപ്പം അവിടെ നമ്മൾ ഇവിടെ എൻട്രിക്ക് കയറും എന്നുള്ളതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം മേ ബി പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് 1 ടൈം 2 ടൈം എന്ന് നമ്മളിവിടെ കാണുമ്പം 2 ടൈം ഉള്ള ചാർട്ടിൽ നമ്മൾ പോയി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം 2 ടൈം പുൾ ബാക്ക് നമ്മളിവിടെ വന്ന് നടക്കുമ്പോൾ 2 ടൈം മോസ്റ്റ്ലി നടക്കുമ്പോൾ സ്വിംഗ് സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും പ്രൈസ് എപ്പോഴും ഒരു അപ് ട്രെൻഡിലേക്ക് പിന്നെ അവിടെ പോയിട്ട് പിന്നെ ആയിരിക്കും താഴോട്ട് വീണ്ടും വരുന്നത്. അപ്പം ഈ 1 ടൈം 2 ടൈം ചില സമയങ്ങളിൽ നമുക്ക് 3 ടൈം കാണാൻ പറ്റും. സോ ഇത് പല ഡിഫറെൻറ്റ് അനലൈസിസിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കുന്ന രീതി ഈ ചാർട്ട് 2 ഡയമെൻഷണൽ പാറ്റേണിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എവിടെയാണ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത്, ഓൺ എ കൺസിസ്റ്റൻറ്റ് റൈസ് ഓർ കൺസിസ്റ്റൻറ്റ് ഫോൾ, ദിസ് ഈസ് കൺസിസ്റ്റൻറ്റ് ഫോൾ ആൻഡ് ദിസ് ഈസ് കൺസിസ്റ്റൻറ്റ് റൈസ് അല്ലേ?
മാർക്കറ്റ് താഴെ വരുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ ആണ് കാണിക്കുന്നത്, ആ സമയത്ത് എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്നുള്ളത് യു ക്യാൻ എക്സ്പെക്ട് സംതിങ് ഇറ്റ് ഈസ് ബുള്ളി സെറ്റപ്പ് ഓർ ബെയറിഷ് സെറ്റപ്പ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു എനിവെയർ ഇൻ ദ ചാർട്ട്, ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ അല്ലേ. എക്സ്ട്രീം പോസിബിലിറ്റി ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ ആണിത്. അപ്പോൾ ഇതും 100% ലിക്വിഡേഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോഴും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഓൺ എ ഗ്ലോബൽ ലെവൽ സിവിയർ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇത് ലെങ്തി ആയിപ്പോയി, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോ, വാട്ട് ഈസ് ദ സ്കീമാറ്റിക് ഓഫ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. സോ ഇൻ ബിറ്റ്വീൻ മാർക്കറ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിൽ ഇങ്ങനെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുമ്പോൾ, അതായത് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു അതെ, മുകളിലേക്ക് പോകുന്ന സെനാരിയോയുടെ ഓപ്പോസിറ്റാണ്. ഇവിടം വരെ എത്തി, പ്രൈസ് ഇസ് പുള്ളിങ് ഡൗൺ. എഗെയിൻ ഇവിടെ നടക്കുന്നു, എന്താണ് നടക്കുന്നത്, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി നടക്കുന്നു. അപ്പോൾ ഇവിടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമുക്കിതിൻ്റെ എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ആ സമയത്തെ സ്കീമാറ്റിക് ഓർഡർ വെച്ച് ഈസ് ഇറ്റ് ക്രിയേറ്റിംഗ് എ സെല്ലിംഗ് സെനാരിയോ, ഈസ് ഇറ്റ് ക്രിയേറ്റിംഗ് എ ബൈയിങ് സെനാരിയോ, wherever it is, this will be applicable. So, is it creating, ഇത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ is it creating a price manipulation with respect to this one on a consistent uptrend? Is it a selling scenario? Is it a buying scenario? ഇവിടെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം. So, this and this is matching or not. And when the price is trading here, ഇവിടെ നമ്മൾ നോക്കുമ്പം പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. സോ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ വെൻ ദർ ഇസ് എ പുൾ ബാക്ക് ഓൺ ദ ബോട്ടം സൈഡ്, ഇഫ് യു ക്യാൻ സീ ദിസ് വൺ, സോ ദർ ഇസ് എ ക്ലിയർ ഫോർമേഷൻ ഓഫ് ടാർഗറ്റ്. സോ ഇറ്റ് വിൽ ബി ഹെഡിങ് ഡൗൺ ടു ക്ലിയർ ഔട്ട് ദാറ്റ് പുൾ ബാക്ക് അല്ലേ. ലിക്വിഡിറ്റി ഗ്രാബിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൈസ് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇഫ് ദ പുൾ ബാക്ക് ഈസ് ലൈക്ക് ദിസ്, ബിക്കോസ് ഇത് നമ്മളുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലേ. ഇവിടെ നമുക്ക് ക്യാൻഡിലിൻ്റെ കളർ ഇട്ട് വെക്കാം. ഇത് നമ്മളെ സംബന്ധിച്ചൊരു ബുള്ളിഷ് ക്യാൻഡിലാണിത്. ഓക്കെ, അപ്പം ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഈ ക്യാൻഡിലിൻ്റെ ബോട്ടം ഇങ്ങനെയായിരിക്കുമല്ലോ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സോ ഇവിടെ ഒരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ഇതുണ്ടെങ്കിൽ, ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, യു ക്യാൻ നോ ദാറ്റ് നമ്മളുടെ മാർക്കറ്റ് ഡയറക്ഷൻ അനലൈസിസ് പ്രകാരം നമ്മളെങ്ങനെയാണ് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്ട്രക്ചർ, ഇവിടെ ഈ ടാർഗറ്റ് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വരും. സോ പ്രൈസ് മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഷോർട്ട് അടിക്കുന്നു, പ്രൈസ് ഇവിടെ വന്നിട്ട് ഈ ഒരു ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്ത് വരുന്നുണ്ടെങ്കിൽ അന്നേരം ക്ലോസ് ഔട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ബിക്കോസ് ഇത് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റാണ്. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്, പ്രൈസ് വിൽ ട്രേഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. സോ എന്ത് സംഭവിക്കും, പ്രൈസ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് വരും ഇവിടെ. സോ ഇതിന് മുകളിൽ കയറി ട്രേഡ് ചെയ്യും, ഈ ലെവലിന് മുകളിൽ കയറി പ്രൈസ് വീണ്ടും ട്രേഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരുമോ മുകളിലോട്ട് വരുമോ, ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കും. സോ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിക്കകത്ത് ഇവിടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് കൺസോളിഡേഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഇച്ചിരി നല്ലൊരു പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ അവനെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്ട്രക്ചർ, ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ നോക്കുവാണ്, ഇങ്ങനെ നോക്കുമ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഈ ബുള്ളിഷ് സ്ട്രക്ചർ നമ്മളിവിടെ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് മുകളിൽ എന്ത് സംഭവിച്ചു, പ്രൈസ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്നാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇങ്ങനെ വന്നപ്പം ഇവിടെ കുറച്ച് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് കോൾഡ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഓർ കൺസോളിഡേഷൻ. അപ്പം അതിനുശേഷം ആണല്ലോ ഇത് ഈ പ്രൈസ് ആക്ച്വലി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരണം കേട്ടോ, സോറി. സോ നമുക്കിത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കാം. സോ നമ്മളുടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, സോ പ്രൈസ് ഇവിടെ നിന്നാണല്ലോ മുകളിലേക്ക് വരുന്നത്, ഇവിടെ നിന്നാണല്ലോ താഴേക്ക് വരുന്നത്. സോ പ്രൈസ് ഇവിടെ വന്നു, അതിനുശേഷം പ്രൈസ് ഇവിടെ ഇങ്ങനെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാർക്കറ്റിൽ നിന്നാണല്ലോ ഈ സംഭവം താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ബോക്സ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വെൻ ദ പ്രൈസ് സ്റ്റാർട്ട്, ഇതിന് താഴെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഇതിന് താഴെ പ്രൈസ് മാനിപ്പുലേഷൻ ഈ സിവിയർ ഫോമിൽ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ കാണിക്കുമ്പോഴോ ഇതിനകത്ത് നമുക്കുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് രീതിയിൽ നമുക്കിത് കിട്ടും. ഈ പ്രൈസ് മാനിപ്പുലേഷനും കാണിക്കും, ഇതിനകത്ത് ഇതും കാണിക്കും. ഈ ഒരു സംഭവം ക്ലിയർ ആയിട്ട് നമുക്കിവിടെ എൻട്രി സെനാരിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അത് ഞാൻ ചാർട്ടിൽ അടുത്ത ലെസണിൽ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ മാർക്കറ്റിൽ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി യു നോ ദാറ്റ് ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ ടു ദിസ് ഏരിയ. പ്രൈസ് വിൽ കം ആൻഡ് ട്രേഡ് ഫോഴ്സ്ഫുള്ളി ഇൻ ടു ദിസ് ഏരിയ.
അപ്പം ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് വരണമെങ്കിൽ ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് ഓൺ ദ ഡൗൺ സൈഡ് നമ്മൾ കാണുമ്പോഴും ഇത് കാണുമ്പോഴേ നമ്മൾ കയറി ചാടി എൻട്രി എടുക്കരുത്. ബിക്കോസ് ഇറ്റ്സ് ഓൺലി 50%. ഇതെന്ന് പറയുന്നത് 2-3 പ്രാവശ്യമായാലും പ്രൈസ് മാനിപ്പുലേഷൻ അവിടെ കാണിക്കും. അപ്പം ഇതിൻ്റെ എൻട്രി ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ അടുത്ത ലെസണിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോൾ. സോ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുക. കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ പ്രോസസ്സാണ്. 3 ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇത്രയും നേരമായിട്ട് നമ്മളിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി വരുമ്പം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഓൺ എ ബോട്ടം സൈഡ് മാർക്കറ്റ് ഫ്ലിപ്പ് ചെയ്യുന്ന എപ്പോഴാണ് വരുന്നതെന്നുള്ളതാണ്. പ്രൈസ് ഇവിടെ വന്ന് ഇമ്മീഡിയറ്റ്ലി ട്രിഗർ ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരും. അപ്പം ഇങ്ങനെ ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഉള്ള സൈഡാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇഫ് ദർ ഇസ് ആൻ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, വാട്ട് ഈസ് ദ പ്രൈസ് ഗോയിങ് ടു ഡു, അല്ലേ? പ്രൈസ് എന്തായിരിക്കും ചെയ്യാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ടാർഗറ്റ് എന്താണെങ്കിലും ഷുവറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി 2 പ്രാവശ്യം 3 പ്രാവശ്യം ഈ താഴേക്ക് വരുന്ന വരവിൽ ഇതുപോലെ പല പ്രാവശ്യം ഓൺ എ മൈനർ ടൈം ഫ്രെയിം ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, അല്ലേ? കൂടുതൽ സമയം ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഇവിടെ എത്ര പ്രാവശ്യം ഇങ്ങനെ കുനുകുനാന്ന് ഇങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്തു, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഓൺ എ സെയിം ലെവൽ. നമ്മളപ്പോൾ ഫിബ് റേഞ്ചിൽ ഇവിടെ നമ്മൾ ഈ ഇതിൽ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ യു ക്യാൻ നോ ദാറ്റ് വാട്ട് ഇസ് എ ടോട്ടൽ ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച്ഡ്, അല്ലേ? അപ്പോൾ അവിടെ എത്രമാത്രം ക്വാണ്ടിറ്റി ഏത് റേറ്റിലാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രൈസിന് അതിന് മുകളിൽ പ്രൈസ് വീണ്ടും കയറി ടാപ്പ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ബേസിക്കലി കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അനലൈസിസിൽ നമ്മൾ പ്രഡിക്ഷൻ നമ്മൾ നടത്താൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ചാർട്ടിൻ്റെ പാറ്റേണിക് മൂവ്മെൻറ്റ് 2 ഡയമെൻഷണൽ വേയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ബിഗ് പ്ലെയേഴ്സിൻ്റെ ഫണ്ട് ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സ്കിമാറ്റിക് ഓർഡർ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ഇവിടെ വെച്ചാണ് ഒരു പ്രോപ്പർ എൻട്രി എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. It is simple, very very simple. Directional analysis, bullish or bearish with respect to the song, bullish or bearish with respect to the pullback, bullish or bearish with respect to the sequential order flow. Clear? Simple ആണെന്ന് പറഞ്ഞാലും പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ you will understand what is the concept is all about. And thank you for watching this video. Congratulations, you are on the right side. നമ്മൾ 20 വീഡിയോ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.